ഭാവപ്പെടുന്നിരുന്നു. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യവും ഇന്ന് നാം വായിച്ചു കേട്ട എവൻഗേലിയൻ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യവും ഓടിച്ചു വായിക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യവും മറ്റൊരാൾക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യവും എടുത്തവർക്ക് വായിക്കാം. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തിന് തന്നെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവനതിൽ ഫലം തിരിഞ്ഞു വന്നു. കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. അതിനെ അവൻ, കർത്താവേ, ഞാനതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലെന്നല്ല, കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. മത്തായി 5:13-16. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തൊന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നില്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പ്രകാശിക്കും. നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കണ്ണിലെ അടയ്ക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്ത ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തിനായി ഈ മനോഹരമായ പകൽവേള ഞങ്ങൾക്ക് വേദനിച്ചു തന്നതിനായി ആണ്ടിന്റെ 2ാമത്തെ ഞായറാഴ്ചയിൽ വിശുദ്ധാരാധന പങ്കുചേരുവാൻ കർത്താവേ, വിശുദ്ധ സംസർഗത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവേ തന്ന കൃപയ്ക്കായി, ആയുസ്സിനായി, ആരോഗ്യത്തിനായി സ്തോത്രം. 71ാമത് ഇടവേള ജന്മദിനത്തോട് ചേർന്ന് നടത്തപ്പെടുന്ന ഈ കൺവെൻഷന്റെ അവസാന ഗണിത യോഗത്തിൽ കർത്താവേ, നിന്റെ മക്കളോട് വചനം പറയുവാൻ അടിയിൽ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. ഇടവകയെ അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രിയപ്പെട്ട അച്ഛനായി, കൊച്ചപ്പിക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി, ഗായക സംഘത്തിനായി, ക്രൈസ്തവ സമിതിക്കായി, ഇടവക ചുമതലക്കാർക്കായി, വിശ്വാസ സമൂഹത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് കർത്താവേ, നിന്നതല്ല നടത്തി പോറ്റി ഇതുവരെയും വീഴാതെ ഞങ്ങളെ സൂക്ഷിച്ച അവിടുത്തെ അളവറ്റ കരുണയ്ക്കായി സ്തോത്രം. അല്പസമയം കൂടെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കട്ടെ കർത്താവേ. നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വേദനയുള്ളവരുണ്ട്, പറഞ്ഞാൽ തീരാത്ത ദുഃഖമുള്ളവരുണ്ട്, എന്റെ സങ്കടം ആരോട് പറയുമെന്ന് കണ്ട് ഭാരപ്പെടുന്നവരുണ്ട്, തലമുറയോർത്ത് വ്യാകുലപ്പെടുന്നവരുണ്ട്, പല വിധത്തിലുള്ള ചിന്താകുലങ്ങളുമായിരിക്കുന്നവരുണ്ട്. സ്വർഗം എല്ലാറ്റിനും മറുപടി നൽകി മാനിപ്പാൻ കഴിയുന്ന ദൈവമാകിയ സ്തോത്രം. നീ ഞങ്ങളെ മാനിക്കുന്നതോർത്ത് സ്തോത്രം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. പാരിൽ പാർക്കോമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടി നീ കാരിരുമ്പണിയേറ്റവേ, ഭാരങ്ങൾ വാഹിച്ചിടൂ. ഞാൻ ഭാരങ്ങൾ വെച്ചിടൂ. നീങ്ങി പോകാത്ത ഭാരമേ, എനിക്കായി പിളർന്ന ഭാരമേ, ഞാൻ ഭാരങ്ങൾ വെച്ചിടും. നീങ്ങി പോകാത്ത ഭാരമേ, എനിക്കായി പിളർന്ന ഭാരമേ. പാരിൽ പാർക്കോമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടി നീ കാരിരുമ്പണിയേറ്റവൻ
ചേർന്ന് പാടാം. ഞാൻ പാദങ്ങൾ വെച്ചിടൂ നീങ്ങി പോകാത്ത ഭാരമേ എന്റെ സകല ഭാരവും വഹിക്കുന്ന ഒരു പാറ, ക്രിസ്തുവാകുന്ന പാറ. ആ പാറ എനിക്കായി പിളർക്കപ്പെട്ട പാറയാണ്. എന്റെ സകല ഭാരങ്ങളും എന്റെ ഭാരങ്ങളെല്ലാം വഹിക്കുന്ന പാറ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇന്നലെ മിനിഞ്ഞാന്നുമായി ദൈവവചനം നമ്മോട് സംസാരിച്ചല്ലോ. ഒന്നാം ദിവസം പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും ദൈവവചനം ധ്യാനിച്ചു. ഇന്നലെ യോബിന്റെ പുസ്തകത്തിൽ ധ്യാനിച്ചു. ഇന്ന് സുവിശേഷ ഭാഗത്ത് നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യം. പ്രിയപ്പെട്ട ജോസാർ പ്രാർത്ഥിച്ചപ്പോൾ അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ഉദ്ധരിച്ചു. ആമേൻ. ഫലമില്ലാത്ത അത്തി. ആമേൻ. പുതുവർഷത്തിന്റെ പ്രാരംഭമല്ലേ, നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നാം എവിടെ നിൽക്കുന്നു എന്ന്, നമ്മിൽ എന്ത് ഫലമുണ്ടെന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവ് പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ ഞാൻ എന്തെന്നുകൊണ്ട് രസം വരുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ഇരുട്ടിന്റെ മക്കളല്ല, പിന്നാരാ? വെളിച്ചത്തിന്റെ മക്കളാണ്. നിങ്ങൾ ലോകത്തിൽ നല്ല ഫലം കൊടുക്കണം എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. 71 സംവത്സരമായി ഈ ദേശത്തായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ടതായ ഒരു അത്തിവൃക്ഷത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയാണ്. അവൻ ഈ ഉപമയും പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പ് കർത്താവ് ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. 252 ഉപമകൾ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും കാതലായ ഉപമ എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ഉപമയാണ്. നമുക്ക് ഏവർക്കും അറിയാം. കാണാതെ പോയ ആട്, കാണാതെ പോയ നഷ്ടപ്പെട്ട മകൻ, നഷ്ടപ്പെട്ട ബ്രഹ്മം, നഷ്ടപ്പെട്ടു പോയ മകന്റെ കഥ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ ഉപമകൾ കിരീടമായി അറിയപ്പെട്ട ഉപമയാണ് നഷ്ടപ്പെട്ട മകന്റെ കഥ. ഇവിടെയും യേശു കർത്താവ് ഉപമ പറഞ്ഞു. എന്തിനാ ഉപമ പറഞ്ഞത്? കേൾക്കുന്നവർക്ക് മനസ്സിലാകണം. മുൻപിലിരിക്കുന്ന സാധാരണക്കാരായ പഠിപ്പില്ലാത്ത മുക്കുവരും പഠിപ്പില്ലാത്തവരും നിരാശ്രയരും ആരുമില്ലാത്തവരും ഒറ്റപ്പെട്ടവരും ഒക്കെ യേശുവിന്റെ വചനം കേൾക്കാൻ വന്നു. മറ്റൊരു കൂട്ടർ യേശുവിന്റെ അടുക്കൽ വന്നു, പരീശന്മാർ, ശാസ്ത്രിമാർ. അവരെല്ലായ്പ്പോഴും യേശുവിനെ വിമർശിക്കാനും യേശുവിന്റെ വചനത്തെ കുറിച്ച് കുറ്റം പറയുവാനും അവൻ ഈ അധികാരം കൊടുത്തത് ആരെന്ന് ചോദിക്കാനും ഒക്കെയുള്ള ആൾക്കാരാണ്. അത് 2 കൂട്ടരും ഈ പള്ളിയിലുമുണ്ട്, എല്ലാ പള്ളിയിലുമുണ്ട്. പരീശനും ശാസ്ത്രിയും എല്ലാ പള്ളിയിലുമുണ്ട്. പ്രസംഗിക്കുന്നവരെ വിമർശിക്കുക, ശുശ്രൂഷിക്കുന്നവരെ വിമർശിക്കുക, പാടുന്നവരെ വിമർശിക്കുക, അങ്ങനെല്ലാം അത് ഈ ഏക്കാലമുണ്ട്. അത് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അതൊന്നും വകവെച്ചില്ല. ഇവിടെ അവൻ ഈ ഉപമയും അവരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ടതായ അത്യാവശ്യം എന്തോ തിരിഞ്ഞു ഫലമുണ്ട്. നോക്കിയപ്പോ എത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിക്കാരൊക്കെ സാധാരണ വർഷാവസാനം കണക്കെടുക്കും. എന്താ? ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എൻ്റെ ഈ ആയുസ് നഷ്ടമാണോ ലാഭമാണോ? ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക്. എൻ്റെ ആയുസ് കൊണ്ട് ഞാൻ ഇവിടെ വെറുതെ ഈ നിലത്തെ നിഷ്ഫലമാക്കുകയാണോ, എന്നിൽ എന്തെങ്കിലും ഫലമുണ്ടോ എന്ന് നമ്മൾ പഠിക്കാൻ പോകും. ഈ അധ്യായത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന നാം ഒക്കെ ലോകമാകുന്ന മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ടപ്പെട്ട അത്തികളാണ്. അത്തി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും യഹൂദന്റെ സിംബലാണ്. നമുക്കറിയാം. അത്തിയെ നോക്കി രൂപം പഠിപ്പി എന്നൊക്കെ പറയുമ്പോൾ, അത്തി തകർക്കുന്നത് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ യഹൂദനാണ്. എന്നാൽ ഇന്ന് രാവിലെ സമയം ഞാനാകുന്ന അത്തിയിൽ ഫലമുണ്ടോ എന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഈ അത്തി എവിടെ നിൽക്കുന്നു?
ഈ അത്തിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, ഈ അത്തിക്ക് എന്തെല്ലാം തമ്പുരാൻ തന്നിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. വലിയൊരു വിഷയമാണ്. ഞാൻ ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അതിനു മുമ്പായി ഒരു വാക്യം, മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യവും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങളും. അവിടെയും പ്രവാചകൻ എന്താണ് പറയുക? പ്രവാചകന്മാർ എന്ത് പറഞ്ഞിരിക്കുന്നു? യിരെമ്യാവ് 2:21-ഉം യെശയ്യാ 5:1 മുതലുള്ള വാക്യവും വായിച്ചോ, എടുത്തു വായിച്ചോ. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിയുടെ വള്ളിയായി തീർന്നത് എങ്ങനെ? 5 യെശയ്യാ 5 വായിച്ചു. എടുത്തില്ലേ? ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പറക്കി കളഞ്ഞു. നല്ല വക മുന്തിരിവള്ളി നട്ടു, ഒരു ഗോപുരം പണിതു, ഒരു ചക്ക് വിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കണ്ട് കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. ഇവിടെ രണ്ടിടത്തും പ്രവാചകന്മാർ പറയുന്നു, നല്ല ഫലം കായ്പാൻ എല്ലാ വിഭവങ്ങളും ഒരുക്കി. പക്ഷെ കായ്ച്ചതോ കാട്ടൊലിവായിരുന്ന എന്നെയും നിങ്ങളെയും നല്ലൊലിവായ ക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർത്തത് നല്ല ഫലം കൊടുക്കാനാണ്. നമ്മളും അങ്ങനെയാണെങ്കിൽ ഈ 71 വർഷമായി ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുക. നമ്മിൽ എന്ത് ഫലമുണ്ടെന്ന് ഇന്ന് രാവിലെ നാം ചിന്തിക്കാൻ പോവുകയാണ്. ഈ അത്തി ദൈവത്താൽ നട്ടപ്പെട്ട അത്തി ആണോ? മുന്തിരിത്തോട്ടത്തിന് നടുവിൽ നട്ട അത്തിയാണ്. അപ്പൊ ഈ നട്ട അത്തിക്ക് ആരുണ്ട്? പറ. ഉടമസ്ഥനുണ്ട്. എനിക്കാരുണ്ട്? നമുക്കാരുണ്ട്? എന്നാലും നമ്മൾ ചിലപ്പം പറയും, എനിക്കിവിടെ ആരും ഇല്ലേ? നല്ല മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, പക്ഷെ എനിക്കാരുമില്ലെന്ന് പറയാൻ ഒരു പ്രാവശ്യമെങ്കിലും പറയാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. പ്രിയ ദൈവത്തിന്റെ മകനെ, ഞാൻ അനാഥനല്ല, ഞാൻ സനാതനാണ്. എനിക്ക് ഉടയവരുണ്ട്. ഈ അത്തിക്ക് യജമാനൻ ഉണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. ക്രിസ്തീയ ജീവിതത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് എന്നെ അറിയുന്ന, എൻ്റെ നിലവുകൾ അറിയുന്ന, എൻ്റെ മനസ്സിന്റെ, എൻ്റെ നിരൂപണങ്ങൾ പോലും ഒപ്പിയെടുക്കുന്ന ഒരു യജമാനൻ എനിക്ക് ഉണ്ടോ? എന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഈ അത്തിയെ പേർ ചൊല്ലി വിളിക്കും. പ്രൈസ് ദി ലോർഡ്. അറിയാമോ ആ യജമാനൻ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടോ? അയ്യോ, നിങ്ങളുടെ ഇരിപ്പോടെ എനിക്ക് ആരുമില്ല ബ്രദറെ, എനിക്ക് ഇന്നും ആരുമില്ല. അതാ കർത്താവ് ആരെല്ലാം മാറിപ്പോയാലും, ആരെല്ലാം മറന്നുപോയാലും ഒരിക്കലും മറക്കാത്തൊരു കർത്താവ് എനിക്കൊരു ഉടമസ്ഥനുണ്ട്. എന്റെ ജീവിതത്തെ നന്നായി അറിയുന്നു. എന്റെ ഭാരങ്ങളും നൊമ്പരങ്ങളും എന്റെ വേദനകളും എന്റെ ആകുലതകളും ഒപ്പിയെടുക്കുന്ന, എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരുടയവൻ എനിക്കുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ നട്ടത് യജമാനനാണെങ്കിൽ ആ യജമാനൻ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഉറപ്പായിട്ട് പകൽക്കാലം വിശ്വസിച്ചോണം. എന്റെ യജമാനൻ അറിയാതെ, എന്റെ യജമാനന്റെ അനുവാദമില്ലാതെ ഞാൻ ദൈവ വഴിയിലാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഉറപ്പുണ്ടോ? ഇന്നലെ നമ്മൾ യോബിനെ കുറിച്ചാണ് കേട്ടല്ലേ? എന്റെ ദൈവത്തിന് സകലതും കഴിയും. അവൻ ഒരു കാര്യവും അസാധ്യമല്ല. മനുഷ്യൻ പുൽസ്റ്റോപ്പിട്ട സ്ഥാനത്ത് ആ പുൽസ്റ്റോപ്പ് റബ്ബിയെ അവിടെ കോമായിട്ട് നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്.
ഇന്ന് രാവിലെ സമയം കേൾക്കുന്ന ദൈവവചനേ, എനിക്കൊരു ഉടയവനുണ്ട്. കോരഹിന്റെ മക്കൾ പാടി, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ഞാൻ ഇങ്ങനെ പറയും, ഈ ദൈവം ഇന്നും എന്നേക്കും എന്റെ ദൈവമാണ്. അവൻ എന്നെ ജീവപര്യന്തം, ഒരു ദിവസമല്ല, ഒരാണ്ടല്ല, ആമീൻ, എന്റെ ജീവപര്യന്തം എന്നെ നടത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഉറപ്പുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്കൊരു യജമാനനുണ്ട്, ആമേൻ. എനിക്കൊരു ഉടമസ്ഥനുണ്ട്, ഈ അത്തിക്കൊരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും മറന്നു പോകില്ല. നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഹല്ലേലൂയ, ഈ അത്തി ഫലം കായ്ക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി, ഈ അത്തി ഉടയവനാൽ നട്ടപ്പെട്ടതാ. എന്തുവാ? നട്ടതാ, അല്ലേ? മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ടതായ അത്യവശം. അങ്ങനെയാണെങ്കിൽ യാദൃച്ഛികമൊന്നും വന്നതല്ലാണോ? നോട്ട് ആൻ ആക്സിഡന്റ്. ദൈവം അറിഞ്ഞു നട്ടതാ, അല്ലേ? എന്തിനാ നട്ടേ? എന്തിനാ നട്ടതാ? എന്നെ ഇവിടെ നട്ടതിന്റെ ഉദ്ദേശം, നിങ്ങളെ ഈ ദേശത്താക്കിയതിന്റെ പിന്നിൽ ദൈവത്തിന് എന്തുണ്ട്? ഉദ്ദേശമുണ്ട്. ആമേൻ. പിതാക്കന്മാർ 10, 100, 150 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. അവരുടെ മക്കളും കൊച്ചുമക്കളുമായി എന്റെ മുമ്പിൽ ഇരിക്കുന്നതാണ്. ഈ നിലമ്പൂരിന്റെ മണ്ണിൽ, ഈ വളക്കൂറുള്ള മണ്ണിൽ ഒരു കാലത്ത് കാടും മേടും മൃഗങ്ങളെ ഒന്നും ഭയപ്പെടാതെ അവരിവിടെ വന്ന് താമസിച്ചു. ഇവിടെ പ്രിയപ്പെട്ട ഇടിച്ചായി പറഞ്ഞതുപോലെ ഒന്നുമില്ലായ്മയുടെ നടുവിൽ അവർ പല കാര്യങ്ങൾ സാധിച്ചു. ആത്മവീര്യത്തോടെ, വിശ്വാസത്തോടെ അവർ പ്രവർത്തിച്ചു. ദൈവം ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കിയതാണ് ഉറപ്പ ഒരു ബോധ്യത്തോടെ അവർ വിശ്വാസത്തോടെ നിന്നു. പക്ഷെ തലമുറയ്ക്ക് എന്ത് വേണ്ട? തലമുറയ്ക്ക് എന്ത് വേണ്ട? ആലയവും വേണ്ട, വചനവും വേണ്ട, ആമേൻ, പ്രാർത്ഥനയും വേണ്ട, കൂട്ടായ്മയും വേണ്ട, ഉപവാസവും വേണ്ട, മാതാപിതാക്കളും വേണ്ട. ആമേൻ. ഒരു കമ്പ്യൂട്ടറും ഒരു ഐഫോണും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം, 12 ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ ജീവിതമായി എന്ന് ഇന്നത്തെ യൗവനക്കാർ ധരിച്ചു വെച്ചിരിക്കുക. മക്കളെ പരാജയപ്പെട്ടു പോകും. ഇവിടെ യാദൃച്ഛികമായി വന്നത്, God planted you and me. എന്റെ ദൈവം എന്നെ ഇവിടെ നട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. മക്കളെ, ഈ ജീവിതം എന്ന് പറയുന്നത് ക്ലൈമറ്റ് പോലാണ്. ലൈഫ് ഈസ് ലൈക്ക് ക്ലൈമറ്റ്. ഇറ്റ് ക്യാൻ ചേഞ്ച് സഡൻലി. ഏതവസ്ഥയിലും ഏത് അനുഭവത്തിലും ഇത് മാറാം. പക്ഷേ ഓർമ്മകളുണ്ടല്ലോ, ഓക്സിജനെ പോലാണ്. ബട്ട് മെമ്മറീസ് ആർ ലൈക്ക് ഓക്സിജൻ. ആമേൻ. അത് നമ്മൾ എവിടെ പോയാലും, ഏത് സ്ഥാനത്ത് പോയാലും ഓർമ്മകൾ ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. ജീവിതം പലപ്പോഴും പല കാര്യങ്ങളിൽ പെട്ടെന്ന് ചേഞ്ച് ആകും നമ്മുടെ ജീവിതം. പക്ഷേ ഓർമ്മ, 71 വർഷം മുമ്പുള്ള ഓർമ്മകൾ ഇവിടെ വായിക്കാൻ പോവാ സെക്രട്ടറി. ഹല്ലേലൂയ. പിതാക്കന്മാർ നടത്തിക്കൊണ്ടുവന്നത്, മാതാപിതാക്കൾ കഷ്ടപ്പെട്ടതൊക്കെ നമ്മുടെ പുസ്തകത്തിൽ വല്ലപ്പോഴും പ്രിയപ്പെട്ട അച്ഛൻ അർപ്പിച്ചു. പെസഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കാലത്ത് മിസ്രയീമിന്റെ അടിമത്വത്തിലായിരുന്നു. ഫറവോന്റെ ഇരുമ്പ് ജലത്തിൽ ഞങ്ങൾ, ആമീൻ, ഇരുമ്പ് ചക്രത്തിൽ വേല ചെയ്തവരാ. ഊഴിയ വിചാരകന്മാരാൽ ഞങ്ങൾ അടികൊണ്ടവരാ. 24 മണിക്കൂറും പണിയെടുത്തവരാ. എന്നാൽ ഞങ്ങളുടെ കണ്ണുനീർ കണ്ടു, ഞങ്ങളുടെ നിലവിളി കേട്ടു. വിടുവിപ്പാൻ മോശ മുഖാന്തരം സ്വർഗം പദ്ധതിയൊരുക്കി ഞങ്ങളെ വിടുവിച്ചതിന്റെ ഓർമ്മയാണ്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു, അതിന്റെ ഓർമ്മയാണ് പെസഹ, കടന്നുപോക്ക. ഇന്ന് രാവിലെ സമയം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയണം മക്കളോട്. ഹല്ലേലൂയ. നല്ലൊരു ആലയമില്ലായിരുന്നു. ഇപ്പോൾ കാർപ്പറ്റ് ഇട്ട ആളുടെ പേരൊക്കെ പറഞ്ഞില്ലേ? ഇരിക്കാൻ ഒരു കസേരയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നല്ല ഭക്ഷണമില്ലായിരുന്നു. ഞാൻ പറയും, നല്ല ഭക്ഷണം കഴിക്കാൻ ആമേൻ ദൈവം അവസരം തരുമ്പോൾ സ്തോത്രത്തോടെ ഭക്ഷിക്കണം. മക്കളെ, അപ്പനും അമ്മയൊക്കെ കഴിച്ചത് വാട്ടുകപ്പയും വെള്ളുകപ്പയൊക്കെ അറിയാമോ? മോൻ ചോദിക്കും, വാട്ട്കപ്പ. അവൻ കറങ്ങുന്ന കോഴി മാത്രമേ കണ്ടിട്ടുള്ളൂ. കട്ടൻ കപ്പ് ആമേൻ ഊറ്റി തിന്നവന്റെ സന്താനമോ. കാന്തകാരി ഇടത്തേ പിടിക്കും, ചുട്ട ഉണക്കക്കുട്ട വടതേ പിടിക്കും, വാരി തിന്ന ആൾക്കാരാ. പ്രൈസ് ദി ലോർഡ്. ഓർമ്മയില്ലല്ലേ? നിങ്ങൾ ജനിച്ചത് സ്വർണ്ണക്കരണ്ടിയുമായിട്ട് വന്നവരാ. ദൈവം നിന്നെ ഇവിടെ നട്ടതാ.
God planted. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലത്തെ കേൾക്കുന്ന ദൈവമേ, ആ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ 5 അപ്പവും 2 മീനും യേശുവിന്റെ വർത്തമാനം കേൾക്കാൻ, യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോയ ബാലകൻ ചുമ്മാതെ പോയതല്ല. അവൻ പോയതിന്റെ പിന്നിലും ദൈവത്തിന് ചുമ്മാതെ കൊണ്ടുപോയതല്ല. 5 അപ്പവും 2 മീനും കൊണ്ടുപോയത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നയമാന്റെ വീട്ടിൽ അടിമപ്പെൺകുട്ടി എന്നത് ചുമ്മാതെ പോയതല്ല, ദൈവത്തിന്റെ പദ്ധതിയാ. ആണോ? ജോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് ദൈവത്തിന്റെ പദ്ധതിയാ. ചേട്ടന്മാര് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും ഒറ്റക്കിട്ടിട്ട് ദൈവത്തിന്റെ പദ്ധതിയാ. ഒന്നുമല്ല, ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാ. ഈ കസരയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാ. ഹല്ലേലൂയ. മറന്നുപോയി, എന്നെ ദൈവം ഇവിടെ നട്ടതാ. ആ നട്ടതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. അതായത് യിരെമ്യാ 29:11, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ചുള്ള എന്റെ നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, പിന്നെന്തിനാ? നന്മയ്ക്ക്. അപ്പോൾ നിങ്ങളെ കുറിച്ചുള്ള നിരൂപണം അത് തിന്മയല്ല. ഇവിടെ നട്ടത് നന്മയായിരിക്കാന, പക്ഷെ തിന്മയാ, കാട്ടുകുതിരയായി പോയി. ആർ യു ഫ്രൂട്ട്ഫുൾ? എന്തെങ്കിലും ഫലമുണ്ടോ? ദൈവം നട്ടു, യജമാനൻ നട്ടു. പിന്നെയും ഈ അത്തിയെക്കുറിച്ച് ഇന്ന് പഠിക്കുമ്പോൾ എത്ര വർഷമായിട്ട് നിൽക്കുക? എത്ര വർഷം നിൽക്കുക ഈ അത്തി? പറ. നിങ്ങളുടെ വയസ്സ് പറയണ്ട, അത് പിന്നെ പറയാം. ഇതിനകത്ത് ഈ അത്തി എത്ര വർഷമാണ് നിൽക്കുക? 3 സംവത്സരമായിട്ട് ഈ അത്തി നിൽക്കുക. എവിടെ നിൽക്കുന്നത്? നോട്ടത്തിന്റെ നടുക്ക്. പക്ഷെ എന്തോ ഇല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, ഈ രാവിലെ സമയം ഈ അത്തി 3 വർഷമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 3 വർഷമായി ഈ നിൽക്കുന്ന അത്തിക്ക് വളരുവാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ആര് നൽകി? തമ്പുരാൻ നൽകി. മണ്ടരി തിന്നു പോകാതെ, അല്ലേ? തുള്ളൻ വെട്ടിക്കളയാതെ, പച്ചപ്പുഴു തിന്നുകളയാതെ, നാം പടച്ചു കളയാതെ. ഹലോ, കൊറോണ വന്നപ്പോഴും, ചിക്കൻ ഗുനിയ വന്നപ്പോഴും, വെള്ളപ്പൊക്കം വന്നപ്പോഴും തട്ടിക്കളയാതെ പരിപാലിക്കപ്പെട്ട വർഷമായിരുന്നു. ഹലോ, ദൈവം സൂക്ഷിച്ചത് കൊണ്ടാ, ഈ അത്തിയെ ദൈവം പരിപാലിച്ചത് കൊണ്ടാ ഇന്ന് വിളിക്കുന്നത്. 71ാമത് ജന്മദിനത്തിൽ ഞാനും നിങ്ങൾ വിളിക്കുന്നത് ദൈവത്തിന്റെ പരിപാലനം കൊണ്ടാ. അനർത്ഥ ദിവസത്തിൽ സംഘടനക്കാരുടെ ഭാഷയിൽ അവൻ തന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചു, തിരുനിവാസത്തിന്റെ മറവിൽ മറച്ചു, പാറമേൽ എന്നെ ലിഫ്റ്റ് ചെയ്തു. മറക്കേണ്ടപ്പോൾ മറച്ചു, ഒളിക്കേണ്ടപ്പോൾ ഒളിപ്പിച്ചു, ഉയർത്തേണ്ടപ്പോൾ ഉയർത്തി. ചോദിച്ചതിനും നിനച്ചതിനും അത്യന്തപരമായി ദൈവം നടത്തി. ഒരു നേരം എങ്ങനെ കഴിയുമെന്ന് ഭാരപ്പെട്ടവന്റെ മക്കളായിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ എങ്ങനെ കെട്ടിച്ചയക്കും, എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ മുൻപോട്ട് പോകും? കരഞ്ഞ അനുഭവങ്ങളുണ്ട്. എനിക്കൊരു അപ്പനെ അറിയാം. എന്റെ അപ്പന്റെ ചേട്ടന് 7 മക്കളാ. രാത്രിയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അപ്പച്ചൻ പോയി നോക്കും, എന്റെ കുഞ്ഞിന് വയറ് നിറഞ്ഞോന്ന്. പഞ്ചസാര ചാക്കടിയടിക്ക് പോലെ കുഞ്ഞുങ്ങൾ ഒരു പായിൽ, കീറിയ പായിൽ ഉറങ്ങിയ അനുഭവങ്ങൾ. മാതാപിതാക്കൾ പട്ടിണി കിടന്നിച്ച് മക്കൾക്ക് ഉള്ളത് കൊടുത്ത് സായുജ്യമടയുന്ന മാതാപിതാക്കൾ. അങ്ങനെ വളർത്തപ്പെട്ട സമൂഹം ദൈവം മാനിച്ചു, കണ്ണുനീരിനെ മാനിച്ചു, തലമുറയെ അനുഗ്രഹിച്ചു. നന്ദിയുണ്ടോ? കഴിഞ്ഞ 3 വർഷമായി നിൽക്കുക. അവരവരുടെ പ്രായം നോക്കിയാൽ മതി. എത്ര വർഷമായി ദൈവം എന്തെല്ലാം തന്നു. നിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ കൂടെയുണ്ടെന്ന് കാതിൽ വന്ന് പറഞ്ഞൊരു കർത്താവില്ലേ, തട്ടേച്ച് മാറിയുന്നവനല്ല ദൈവം. നീ ഇരുന്ന് കരഞ്ഞപ്പോൾ, ഒറ്റയ്ക്ക് തേങ്ങിയപ്പോൾ നിന്റെ അടുക്കൽ വന്ന് സാരമില്ല മക്കളെ എന്ന് പറഞ്ഞ് നിന്നെ ആസ്വദിപ്പിച്ച
എങ്ങനെങ്കിലുമൊക്കെ ആയിട്ടെന്ന് കണ്ട് മാറുന്നില്ല. 3 വർഷം വേണ്ടിയ മഞ്ഞും മഴയും നൽകി, ജീവനും ഭക്തിക്കും വേണ്ടി ഒക്കെ നൽകി പരിപാലിക്കപ്പെട്ട വൃക്ഷമോ. എന്നിട്ടും എന്തില്ല? എന്നിട്ടും ഫലമില്ല. എത്രയോ സമയങ്ങളിൽ മരണദൂതൻ വാരണ്ടുമായി നിന്റെ വീട്ടിൽ വന്നതാ. മാരകമായ അസുഖത്താൽ നീ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരാ. ഡോക്ടർമാർ വിധി എഴുതിയത അവസാനിച്ചു. ആയുസ് നീട്ടിത്തന്ന് ഇന്ന് രാവിലെ നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഉറക്കമില്ലാത്ത രാത്രികൾ നിന്റെ മുൻപിലുണ്ടായിരുന്നു. ആംബുലൻസ് നിന്റെ വീട്ടിൽ വന്നതാ. ഉയർത്തത്തിൽ നിന്ന് ശത്രു വാദിച്ചത്. എന്നാൽ ഉന്നം വെച്ച വൈരുടെ മുമ്പിൽ, കണ്ണിന് മുമ്പിൽ പതറാതെ നിന്നെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ട്. മറന്നു പോകല്. നിന്റെ ഡ്രൈവിംഗിന്റെ മികവ് കൊണ്ടല്ല, നിന്റെ കൂട്ടിക്കിടക്കുന്ന പട്ടിയുടെ കഴിവുകൊണ്ടല്ല, നീ പൂട്ടിയ ലോക്കിന്റെ കഴിവല്ല, നിന്റെ കാതിന്റെ ബലമല്ല, നിന്നത് ദൈവത്തിന്റെ കൃപയല്ല. കൊടുങ്കാറ്റ് വന്നു, പെരുങ്കാറ്റ് വന്നു, വെള്ളപ്പൊക്കം വന്നു, പ്രതിസന്ധികൾ വന്നു, തകർത്ത് കളയുമെന്ന് ലോകം പറഞ്ഞു. വീണുപോയില്ല. പെരുങ്കാറ്റിന്റെ നടുവിൽ നിന്നെ പിടിച്ചു നിർത്തി ഈ ദൈവം വിശ്വസ്തനായി. ഫ്രൂട്ട്ഫുൾ ഫലമുണ്ടോ? ചിന്തിക്കണം. ഒരു പേപ്പർ എടുക്കണം. ഇടത് വശത്ത് ദൈവം ചെയ്ത നന്മകൾ എഴുതണം. നിന്നെ പരിപാലിച്ചു എഴുതണം. വലത് വശത്ത് നിന്നിൽ എന്ത് ഫലമുണ്ടെന്ന് എഴുതണം. മറന്നു പോകല്ലേ ദൈവ പൈതലേ. ഉന്നം വെച്ച വൈരിൻ കണ്ണിൻ മുമ്പിൽ പതരാതെ, ഉന്നം വെച്ച വൈരിൻ കണ്ണിൻ മുമ്പിൽ പതരാതെ, കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി ഇല്ലേ നീ എണ്ണി ഇല്ലാത്ത കൃപകളിലാ ഇന്നയോളം തൻപുജത്താ എന്നെ താങ്ങിയ ഇന്നയോളം എന്നെ താങ്ങിയ. ഹല്ലേലൂയ. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനേ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 1995 ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസിന്റെ രാവിലെ സമയം ബോംബെ പട്ടണത്തിൽ ഒരു ആക്സിഡന്റായി ഞാൻ മരിച്ചു പോകേണ്ടവരാണ്. ഒരു ബൈക്ക് ആക്സിഡന്റ്. ചെമ്പൂർ മാർത്തോമയുടെ വീട് എല്ലാ ഈ നമ്മുടെ കരോൾ സർവീസ് കഴിഞ്ഞ് രാവിലെ സമയം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. ദാദറിലായപ്പോൾ രാത്രിയിലെ ഉറക്കക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയി. വെളുപ്പിന് 4 മണി. എനിക്ക് ഏർലി മോർണിംഗിലാണ് എൻ്റെ ബിസിനസിൻ്റെ ആരംഭം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാദർ സർക്കിളിൽ ഇപ്പുറത്തായിട്ട് ഡിവൈഡർ ഇടിച്ച് വണ്ടി മറിഞ്ഞു. ദേഹമാസകലം മുറിഞ്ഞു. എവിടുന്ന് വന്നെന്നോ എങ്ങോട്ട് പോകുന്നോ അറിയത്തില്ല. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ രാവിലെ അവൻ ജോഗിങ്ങിന് ഇറങ്ങിയതാ. അവൻ്റെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം എൻ്റെ വായിലേക്ക് ഒഴിച്ചു മുഖത്ത് തളിച്ചു. എനിക്ക് സുബോധം വന്നു. ദേഹമാസകലം മുറിവാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് 2 മാസമായതുള്ളൂ. മോനെ ഞാൻ കണ്ടിട്ടില്ല. പുഷ്പലി ഹോസ്പിറ്റലിൽ വൈഫിന് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ എന്നേക്കുമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവനാണ്. സൈൻ പാലത്തിൽ നിന്ന് പുറത്ത് താഴെ പോവുകയോ എവിടെയെങ്കിലുമൊക്കെ BST ബസിന്റെ കീഴിൽ കയറുകയോ എന്തോ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു അസ്ഥി പോലും ഉടയാതെ സ്വർഗം എന്നെ കാത്തു. എത്ര ആക്സിഡന്റ് എന്നറിയാമോ? ഒരു അസ്ഥി പോലും ഉടയാൻ ദൈവം സംബന്ധിച്ചില്ല. ദൈവത്തിന്റെ പരിപാലനം എത്ര വലിയതാ! എത്ര അനുഭവങ്ങൾ ജീവിതത്തിൽ പറയാനുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, എണ്ണി പറയുവാൻ, എണ്ണി സ്തുതിപ്പാൻ
ഈ അത്തിയോട് കാണിച്ച കൃപ എത്ര വലിയതാണെന്നറിയാമോ? ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾക്കൊക്കെ പറയാനുണ്ട് കേട്ടോ. ആമേൻ. കണ്ണ് നിറയാതെ ഒരു ദിവസം കിടന്നിറങ്ങാൻ കഴിയത്തില്ല. അത്രമാത്രം ദൈവം അനുഭവിച്ചതാ. ആമേൻ. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 1995 ഡിസംബർ സെപ്റ്റംബർ മാസം 14-ാം തീയതി എന്റെ കുഞ്ഞ് ജന്മം കൊണ്ടപ്പോൾ പുഷ്പഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വിധി എഴുതി എൻ്റെ കുഞ്ഞിൻ്റെ തലയ്ക്ക് വളർച്ച കൂടുതലാണ്. 3 മാസത്തെ വളർച്ച കുഞ്ഞിൻ്റെ തലയ്ക്കുണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞില്ല. അവൾ വളരെ ഭാരപ്പെട്ടു. അവളുടെ പപ്പായും മമ്മിയും രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇത് ഈ മാരാമൺ കൺവെൻഷന് ആ സമയങ്ങളിലൊക്കെ ഈ തോർത്തയിൽ ഉടല് ചെറുതും തല വളർന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് കിടത്തുന്നവർക്ക് പൈസ ഞാനും കൊടുത്തിട്ടുണ്ട്. എന്നോട് പിന്നെ എൻ്റെ പ്രിയപ്പെട്ടതൊന്നും പറഞ്ഞില്ല കേട്ടോ. ഒത്തിരി കണ്ണുനീരോടെ ഈ കുഞ്ഞുമായി വീട്ടിലേക്ക് പോകുന്നു. 40 ദിവസം കഴിഞ്ഞ് ഈ വീണ്ടും റീചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലണം. അവിടെ മാതാപിതാക്കൾ 40 ദിവസവും ഉപവാസമായിരുന്നു. 40 ദിവസവും ദൈവസന്നിധിയിൽ ഉപവസിച്ചു. അറിയാവുന്ന 1-2 ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിച്ചു. 40-ാം പക്കം ഈ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. അവിടെ അമ്മ ഡോക്ടറെ അടുത്ത് പോയി. അവൾ ഗൈനടുത്തേക്ക് പോയി. അപ്പോൾ അമ്മ കുഞ്ഞിനെയും കൊണ്ട് പുറത്തോട്ട് വരുന്നു. ഇവൾ ഗൈനയെ കണ്ട് ഇടവഴി വെച്ച് കണ്ടു. അപ്പോൾ അമ്മ കരയുന്നുണ്ട്. അപ്പോൾ ഈ വൈഫോർത്ത്, കർത്താവേ നീ കൈവിട്ടോ. അമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. ഈ 4 ഡോക്ടർമാർ സ്കെയിൽ വെച്ച് അളന്ന് നോക്കി കുഞ്ഞിനെ അളന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവനൊരു കുഴപ്പമില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി. അവൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് BCom പഠിച്ചു, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ MBA പഠിച്ചു. ഇക്കഴിഞ്ഞ 6-ന് അവന്റെ വിവാഹമായിരുന്നു. എന്റെ ദൈവം എത്ര വിശ്വസ്തന. എത്ര അനുഭവങ്ങൾ. ഡോക്ടർമാർ വിധിയെഴുതി, ദൈവസ്ഥൻ മുട്ടുമടക്കി അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം പരിപാലിച്ചില്ലേ? എങ്ങനെ ദൈവസ്ഥനിൽ കരയാതിരിക്കും? എങ്ങനെ സ്തോത്രം പറയാതിരിക്കും? എങ്ങനെ സ്തുതിക്കാതിരിക്കും? പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞു കേട്ടോ, പ്രിയതയോ ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ടവൾ 13-ാമത്തെ വയസ്സിൽ കിണറിന്റെ പാടത്തടി ഒടിച്ച് കെട്ടിപ്പോയതാ. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സാക്ഷ്യമാണ്, കുഞ്ഞുങ്ങളോട് പറയുന്ന സാക്ഷ്യം. 13-ാമത്തെ വയസ്സിൽ ഒരു പ്രാർത്ഥനയ്ക്ക് പോകാനായി ഞായറാഴ്ച 2 മണിയായപ്പോൾ കപ്പിയിൽ കയറി വെള്ളം കോരിക്കൊണ്ടപ്പോൾ ഇതങ്ങ് ഒടിഞ്ഞു പോയി. പാടത്തടി, അത് പാടത്തടിയാണല്ലോ. കപ്പി കയറും കൂടെ ഇറങ്ങി വന്നു. അന്നത്തെ കപ്പി കയറെന്ന് പറയുന്നത് ഈ റബ്ബറിന്റെ കയറാ. അതേ പിടുത്തം കിട്ടി. വീട്ടിലൊരു പണിക്കാരുണ്ടായിരുന്നു, പാടെ കൂടെ നിൽക്കുന്ന ഒരാളാ. അപ്പോൾ ആ പുള്ളി കുഞ്ഞു പോകുന്ന കണ്ടിട്ട് ഒറ്റച്ചാട്ടം കേട്ടിട്ടുണ്ട്. നീന്തറിയാവുന്ന ആളാ, അവിടെ ഉള്ളൊരു ഹിന്ദുവാണ്, അദേശമായ മനുഷ്യൻ. പക്ഷെ അവള് വെള്ളത്തിൽ ചെന്നു ഇടുന്നതിന് മുമ്പ് തന്നെ ഈ പിടുത്തം കിട്ടി. ഒരരിഞ്ഞാണത്തിൽ ആരാണ്ട് കൊണ്ടുവച്ചവളെ വെള്ളത്തിൽ മുങ്ങാൻ ദൈവം അനുവദിച്ചില്ല. ഈ മനുഷ്യൻ്റെ അടുത്ത് കൊച്ചിനെ തപ്പോ ഇവിടെ കിട്ടാനാ. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയ്ക്ക് അവിടെ പോയി സംബന്ധിച്ചു. അപ്പച്ചന്മാർ ഒന്നിച്ച് അവിടെ തലയിൽ കൈവച്ചു. അപ്പോൾ ജോയിയുടെ മോള് കിരണ്ടിപ്പോയി എന്ന് പറഞ്ഞു. ഇവർ പ്രാർത്ഥനയ്ക്ക് ഏത് മോളാ പോയത്? അപ്പച്ചൻ ഞാനാ പോയത് കിരണ്ടിനെ. നീ അന്നോ കിരണ്ടിപ്പോയല്ലോ. 3-4 അപ്പച്ചന്മാർ തലയിൽ കൈവച്ചിട്ട് അവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകർ ആ പ്രാർത്ഥന കൈവച്ച് അവളെ ബ്ലസ് ചെയ്തു. അതിന്റെ അനുഗ്രഹമായി എനിക്കുള്ളതാണ്. പ്രാർത്ഥിക്കുന്നൊരമ്മ, പ്രാർത്ഥിക്കുന്നൊരപ്പച്ചൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ എന്റെ വീട് അനുഗ്രഹമാണ്. ഇതൊക്കെ തലമുറയോട് പറയണം കേട്ടോ. നടത്തിക്കൊണ്ടുള്ള വഴികളെ ദൈവം സൂക്ഷിച്ചതല്ലേ? ദൈവം പരിപാലിച്ചില്ലേ? കൺമണി പോലെ കാത്തില്ലേ? ദൈവം പരിപാലിച്ചില്ലേ? ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവത്തിന്റെ വഴിയിലെ ഫലമുണ്ടോ? ഒരിക്കലും ആഫ്രിക്കൻ മിഷണറി വനാന്തരങ്ങളിലൊക്കെ സുവിശേഷ വേല ചെയ്ത് ടാക്സ് കൊടുത്ത് പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ കണ്ടമാനം ക്ഷീണിച്ചു, വളരെ ക്ഷീണം. അല്പം വെള്ളം നാളുകളെ കിട്ടിയാൽ കുടിക്കാമെന്ന് കണ്ടു കരുതി പ്രാർത്ഥിച്ച് മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു ബോർഡ് കണ്ടു. ഇവിടെ ചൂട് പാൽ ലഭിക്കുമെന്നുള്ളതായ ഒരു ബോർഡ് കണ്ടു. ആ മനുഷ്യൻ വളരെ സന്തോഷിച്ചു. ആ ഓടിയ ബോർഡ് കണ്ട ഭവനത്തിലേക്ക് ഓടിച്ചെന്നു. പ്ലീസ് എനിക്കൊരു ഗ്ലാസ് പാല് തരണം എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, സാറേ ഇത് പാൽ വിൽക്കുന്ന കടയല്ല, ഞാനൊരു പെയിന്ററാണ്. ആർക്ക് വേണ്ടിയോ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന പെയിന്റാണ്. പെയിന്റിങ് ആണിത്.
ഇന്ന് രാവിലെ സമയത്ത് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നല്ല പുൽക്കൈൻ ഷർട്ടുണ്ട്, വെള്ളയുടുപ്പുണ്ട്, നല്ല പാട്ടുണ്ട്, നല്ല എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. കണ്ടാൽ തോന്നും എന്തൊക്കെയോ ഉണ്ട്. പുറമേയുള്ള ഭംഗിയുടെ മോടിയുണ്ട്, നല്ല ആലയമുണ്ട്. ഇന്ന് പോകുന്നതൊക്കെ മെച്ചമാണെന്ന് തോന്നും, ആത്മീയ ജീവിതത്തിൽ പച്ചിപ്പുണ്ട് തോന്നും. ഇതിനകം പൊള്ളയാണെന്ന് അനുഭവത്തിൽ അടുത്ത് നോക്കും. യേശു അത്തിയുടെ അടുത്തെത്തിയപ്പോൾ എന്തില്ല? ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. ഇന്ന് രാവിലെ സമയം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, ആർ യു ഫ്രൂട്ട്ഫുൾ? ദൈവമാക്കിയിടത്തിൽ ഫലം കഴിപ്പാൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ! ഇത്രമാത്രം കാക്ഷിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തം താരൻ ഉയർത്തിടുന്നു. കാനാവിലെ നൽവീഞ്ഞിലും മാധുര്യമായവ നൽകിയിടുന്നു. ദൈവം താൻ സ്നേഹിക്കും മക്കൾക്കു നൽകുന്ന. പഴയ പാട്ടൊക്കെ നമ്മൾ മറന്നു. പുതിയ നമ്മൾ പഠിക്കുമ്പോൾ പഴയ പാട്ടുകൾ മറന്നു പോകും. എന്നാൽ പഴയ പാട്ട് ചങ്കത്തട്ടി പാടും. കാക്ഷിച്ചതും നിരക്കുന്നതും അത്യന്തം പരമായി ദൈവം ചെയ്തു. ഒരു നന്മയും കിട്ടാത്തൊരാരും എന്റെ മുമ്പിൽ ഇരിപ്പില്ല. ദൈവം എന്തെങ്കിലും നന്മ ചെയ്തെങ്കിൽ കരമൊക്കെ സ്തോത്രം പറയാം. നന്മയല്ല ഒന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും വലിയവൻ. പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, 3 വർഷമായി യാത്രയുടെ നിൽക്കുക, വേണ്ടിയതെല്ലാം നൽകി. എന്നിട്ടും എന്തില്ല? ഫലമില്ല. പണ്ട് നമ്മുടെ ഈ കൺവെൻഷൻ ജോബിലൊക്കെ ഈ ബോക്സ് ടൈപ്പും അല്ല, ഇപ്പോഴേ ഈ ബോക്സ് ഒക്കെ ആയിരുന്നു. കോളാമ്പി മൈക്ക് ഇവിടുണ്ടോ? കോളാമ്പി മൈക്ക് ഉണ്ടല്ലേ? ഈ ഏറ്റവും ഉയരമുള്ളത് തെങ്ങാണ്. തെങ്ങിന്റെ മണ്ടേ കിട്ടും എന്താ? കോളാമ്പി മൈക്ക്. എന്തിനാണെന്നറിയാമോ? എന്തിനാ? ദേശം മുഴുവൻ സുവിശേഷം കേൾക്കണം. അപ്പൊ ഈ സന്ധ്യക്ക് 6 മണിയാകുമ്പോൾ പ്രാർത്ഥനായോഗത്തിന്റെ അപ്പച്ചന്മാർ വീട് വന്നിട്ട് പറയും, വരുവീ, സമന്ദിപ്പീ, അനുഗ്രഹം പ്രാപിപ്പീ. 10, 50, 60 വർഷം ഈ തെങ്ങിന്റെ മണ്ടയ്ക്ക് വെച്ച് കെട്ടിയതായി കോളാമ്പി വയ്ക്കും. പക്ഷെ ഇന്ന് നോക്കുമ്പോ ആ തെങ്ങിനൊന്നും എന്തില്ല. മണ്ടയിൽ നിന്ന് പോയി. എന്ത് വചനം കേട്ടതാ! മാർത്തോമാക്കാരനെ മണ്ടലടിച്ചു. അതുകൊണ്ട് അവധിയെല്ലാം വീട്ടിൽ പോയ പട്ടയപ്പം കിട്ടി, ചായ കിട്ടി, അപ്പം മീനും കിട്ടി, വീട്ടിൽ പോയി. പ്രൈസ് ദി ലോർഡ്. ഹലോ ഹലോ, പ്രൈസ് ദി ലോർഡ്. അടുത്ത പരിപാടി ഇത് കഴിഞ്ഞാൽ അടുത്ത മെച്ചപ്പെട്ട ഫുഡ് ബിരിയാണി ഉണ്ട്. ഞങ്ങളുടെയൊക്കെ ബിരിയാണി കിട്ടുന്ന ആള് കൂടും. ഈ നിലമ്പൂരൊക്കെ ആള് കുറഞ്ഞത് ആദ്യമായിട്ടാണ്. അന്ന് വരാത്തവരും പള്ളി വരും. ഫലമില്ല. 3 വർഷമായി നിൽക്കുക. എന്തില്ല ഈ പകൽക്കാലവും. അപ്പൊ എന്താ പറയും? തോട്ടക്കാരെന്ന് പറയും, വെട്ടിക്കളയാമെന്ന് പറയും. തോട്ടക്കാരൻ എന്താ പറയൂ? നിൽക്കട്ടെ, ഈ ആണ്ടൂടെ ഞാൻ എന്താ കേട്ട് ചുവട് മാന്തി വളമിട്ട ഒന്നുവിടുന്ന് 2 ദിവസമായി ചുവട് മാന്തുക. ഇന്ന് 3ാമത്തെ ദിവസം മാന്തിക്കൊണ്ടിരിക്കുക. ഹലോ ഹലോ. ഇനി ഞാൻ രാത്രി മാന്തി, ഇന്നലെ രാത്രി മാന്തി, ഇന്ന് പകലും മാന്തി വളം ഇട്ടോണ്ടിരിക്കുക. മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ
ഇല്ലെങ്കിൽ മത്തായി 21:19 വായിച്ചു. മത്തായി 21:19 പെട്ടെന്ന് വായിക്കണം, പെട്ടെന്ന് വായിക്കണം. ആ ആ മോളെ അവനോട് ഉറക്കമായി കേട്ടില്ല, ആരും കേട്ടില്ല. ചിലതൊന്നും മത്തായി കണ്ടിട്ടില്ല. ഉണങ്ങിപ്പോയി. അങ്ങനെയാണ് നമ്മൾ ഉണങ്ങേണ്ട സമയം. അടുത്ത് വന്ന് നോക്കിയപ്പോ എന്തില്ല, ഇലയല്ലാതെ ഒന്നും ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. ഉണങ്ങാതിരുന്നതിന്റെ പിന്നിൽ മധ്യസ്ഥ ചെയ്തു. നിൽക്കട്ടെ ഈ ആണ്ടുകൂടെ. ഹല്ലേലൂയ. 2024 ദൈവം നമുക്ക് അപ്പൊ കഴിഞ്ഞ 3 വർഷമായി ഈ അധ്യായത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന് അവസരം കിട്ടിയതാ. ആണോ? അവസരം ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ കഴിയത്തില്ല എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് വരം കായ്ക്കാൻ. കിട്ടിയതാണോ അല്ലയോ? ഇല്ലയോ? 60 വർഷം, 50 വർഷം, 90 വർഷം, 70 വർഷം അവസരങ്ങൾ ഒത്തിരി കിട്ടി. 2.5 വർഷം പേരക്കകത്ത് തന്നെ കിടന്നു അല്ലേ? ഫലമുണ്ടോ? അപ്പൊ ഇപ്പൊ ഈ LIC ഉള്ളവർക്ക് അറിയാം, 1 മാസം എന്തോ പൈസ അടച്ചില്ലെങ്കിൽ ഗ്രേസ് പീരീഡ് ഉണ്ടില്ലേ? ഇല്ലയോ? നിങ്ങൾക്കാർക്ക് LIC ഇല്ലേ? പോളിസി എടുത്തില്ലേ? LIC പോളിസി ഇല്ലേ? പിഴ കൂടാതെ 1 മാസം അടയ്ക്കാം. അതിന് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇരിക്കുന്നതാ ഗ്രേസ് പീരീഡ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ യാതൊരു പിഴയുമില്ല. മേലെങ്കിലോ ഇഷ്ടം പോലെ അവസരം കിട്ടിയതാ. ഒരു നല്ല സൺഡേ സ്കൂൾ ടീച്ചറാകാൻ, നല്ലൊരു അയൽവക്കക്കാരിയാകാൻ, നല്ലൊരു വിശ്വാസിയാകാൻ, നല്ലൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വമായി മാറാൻ, നല്ലൊരു അപ്പച്ചനാകാൻ, നല്ലൊരു അമ്മച്ചിയാകാൻ. സോ മെനി ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ല. ആണോ? നല്ലൊരു ഗായക സംഘക്കാരിയാകാൻ. നമ്മുടെ ലേഖനം പഠിച്ച് ശ്രീയാ വായിച്ചിരുന്നു, നിങ്ങൾ ഇരുട്ടിന് കൂട്ടാളികളാകരുത്, നിങ്ങൾ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ഇരുട്ടല്ല. ഇരുട്ടിന്റെ നിഷ്പ്രവർത്തികൾ നിങ്ങൾ കൂട്ടാളികൾ ആകരുത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ഫലം കൊടുക്കേണ്ടവരാണ്. എന്നാൽ ഇന്നും ഇരുട്ടായിരിക്കുന്ന അനേകരുണ്ട്. ദൈവത്തിന്റെ പൈതലേ, അവസരങ്ങൾ കിട്ടിയിട്ടും ഫലം കായ്ക്കാൻ പറ്റാത്ത ഈ അധ്യായം നോക്കി ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, മേലാൽ കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയും. ഈ അധ്യായം എന്ത് ചെയ്യും? വെട്ടിക്കളയും. ഈ ആയുഷ ദൈവത്തിന്റെ ദാനം. ലവോദിക്യ സഭ കുറിച്ച് പറയുന്നുണ്ട്, ഉഷ്ണമാനുമല്ല ശീതോഷ്ണമാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന്. പള്ളിയിലൊരു മുഖമുണ്ട്, വീട്ടിലൊരു മുഖമുണ്ട്, ചന്തയിലൊരു മുഖമുണ്ട്, സൺഡേ സ്കൂളിൽ പല മുഖങ്ങളാണ്. കണ്ടാൽ തോന്നും എന്തൊക്കെയോ സംഭവം, പക്ഷെ എന്തോ ഇല്ല, ഒരു ഫലമില്ല. മേലാൽ നിർത്തിയിരിക്കുക. ഇന്ന് രാവിലെ സമയം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുക. കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഫലം കായ്പാൻ അനേകം കറ്റകളുമായി പോകുമ്പോൾ ഒരു കതിരുമായി പോകാൻ, ഒരു മിന്നാമിനിങ്ങാകുവാൻ, കർത്താവേ എന്നെ ആക്കിയിരിക്കുന്ന മണ്ഡലങ്ങൾ ഒരു മിന്നാമിനിങ്ങാകുവാൻ എന്നെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കാം. ഈ അത്തിക്കുടയവരുണ്ട്. ഈ അത്തി നട്ടപ്പെട്ടതാണ്, ഇത് പരിപാലിക്കപ്പെട്ട അത്തിയാണ്, ഇതിന് അവസരം കിട്ടിയ അത്തിയാണ്. ഇതിനൊരു കാൽഭാഗം പോലും പ്രസംഗിച്ചില്ല. അച്ഛൻ തന്ന സമയം കഴിയും. പ്രിയപ്പെട്ടവരെ, ആർ യു ഫ്രൂട്ട്ഫുൾ? പ്രൈസ് ദി ലോർഡ്. ഫലമുണ്ടോ? എന്നിൽ ഫലമുണ്ടോ? ഫലമില്ലെങ്കിൽ
അവൻ വെട്ടിക്കളയും, ഉണക്കിക്കളയും. കർത്താവേ, ഇനിയുള്ള സമയം വളരെ തുച്ഛമാണ്. ലൈഫ് ഈസ് വെരി ഷോർട്ട്. ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. വാട്ട് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് ഇറ്റ് വിൽ ബി ലാസ്റ്റ്. അതാ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്തെങ്കിൽ അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ലോകത്തിന് വേണ്ടി എന്തോടിയാലും നത്തിങ്, ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ദൈവസ്ഥലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, നല്ല പ്രയോജനമുള്ളതായി കർത്താവിന്റെ കരകളിൽ നമ്മെ ആ പ്രയോജനപ്പെടുത്തുന്ന നല്ല ക്രിസ്തീയ മൂല്യമുള്ള സാക്ഷ്യമുള്ള ജീവിതമായി അനേകർക്കൊരു ഫലദായകമായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ കർത്താവിനെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ, നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. എൻ്റെ ഈ ജന്മം ദൈവത്തിൻ്റെ ദാനമാണ്. കനിവായി കിട്ടിയ ആയുസ്, എൻ്റെ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എൻ്റെ ഇതാ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സമർപ്പിക്കുന്ന മക്കൾക്ക്, ഒറ്റ വാക്കിൽ സമർപ്പിക്കുന്ന മക്കൾക്ക് അതാണ് സ്ഥാനം നിലനിൽക്കും. ഞങ്ങൾക്ക് ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കും, സമർപ്പിക്കുക. കർത്താവേ, നല്ല ഫലം കായ്പാൻ. നമ്മുടെ കൺവെൻഷന്റെ അവസാന രാത്രിയാണ്. പരിപാലിക്കപ്പെട്ട വർഷം, സൂക്ഷിച്ച ദൈവം, കരുതിയ ദൈവം, ഇത്രത്തോളം അറിഞ്ഞ് നടത്തിയ ദൈവം, ഒന്നിന് കുറവില്ലാതെ നടത്തിയ ദൈവം, 2024 ആ ദൈവത്തിന് വേണ്ടി ഫലം കായ്പാൻ എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, സമർപ്പിച്ച ഈ മക്കളെ നീ ധാരാളമായി അനുഗ്രഹിക്കണമേ. കർത്താവേ, ആയുസ് നിന്റേതാണ്, നീ ഞങ്ങളുടെ ഉടയവന്, ഞങ്ങൾക്ക് വേണ്ടിയതെല്ലാം തന്നതാ. എങ്കിലും പലപ്പോഴും പിന്മാറ്റത്തിൽ പോയി ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ല. വെട്ടിക്കളയാതെ സൂക്ഷിച്ചു, ഉണക്കിക്കളയാതെ നിർത്തി. ഞങ്ങളെ ആദരിച്ച ദൈവമേ, തുടർന്നുള്ള ജീവിതം നിനക്ക് വേണ്ടി ജീവിക്കാൻ ഈ സമർപ്പിച്ച മക്കളെ നീ അനുഗ്രഹിക്കണം. അവരുടെ കുടുംബങ്ങളെ വാഴ്ത്തണം, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണം. അവർ കടന്നു പോകുന്ന വഴിത്താരകളിൽ അവർക്ക് അനുഗ്രഹമായി അവരുടെ ജീവിതത്തിന്റെ സകല മുറിവുകളും നീ ഉണക്കുമാറാണ്. മക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട മൂല്യമുള്ള ജീവൻ നയിപ്പാൻ മക്കളെ ഇവിടെയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.